PSC പ്രിപ്പറേഷൻ ആരംഭിച്ചവർക്ക് ഏറ്റവും നല്ലതായിട്ട് ബേസിക്സ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം ബേസിക്സ് മാത്രമല്ല, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ ഫാക്ട്സുകൾ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും. അത് PYQ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ PYQ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ SCERT ടെക്സ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് PSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ബേസിക് ഇല്ലാതെ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങാനിരിക്കുന്നവർക്ക് എന്തായാലും SCERT കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അവർ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ SCERTയുടെ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നാലാമത്തെ ചാപ്റ്റർ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ഈ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 ചാപ്റ്ററിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശത്തെ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി. വായുവിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. ഭൂമി സനാഥയാണ് എന്ന വയലാർ രാമവർമ്മയുടെ കവിതയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇത്. ഭൂമി സനാഥയാണ്. ആരുടേതാണ്? വയലാർ രാമവർമ്മയുടേതാണ്. ഭൂമി സനാഥയാണ് എന്നത് വയലാർ രാമവർമ്മയുടെ കവിതയാണ്. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ആകാശഗോളമാണ്. നമുക്കറിയാവുന്നൊരു പോയിന്റ്. ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ആകാശഗോളമാണ് ഭൂമി. ഭൂമിയുടെ ആകൃതി, ചലനങ്ങൾ, മറ്റ് സവിശേഷതകൾ എന്നിവ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടല്ലോ. ബഹിരാകാശത്തു നിന്നും എടുത്ത ചിത്രങ്ങൾ ഭൂമിയുടെ ശരിയായ ആകൃതി നമുക്ക് കാണിച്ചു തരും. ഗോളാകൃതി തന്നെയാണോ? ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഈ ആകൃതിയുടെ പേരാണ് ജിയോയിഡ്. ധ്രുവങ്ങളിൽ അല്പം പരന്നിരിക്കും, മധ്യഭാഗം അല്പം തള്ളിയിരിക്കുന്ന ഒരാകൃതി. അതാണ് എന്ത്? ജിയോയിഡ് ആകൃതി. ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ് ആകൃതി. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണ്ണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു. ഗ്ലോബിലെ നെടുകയും കുറുകയുമുള്ള രേഖകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ രേഖകളുടെ കൂടുതൽ സവിശേഷതകൾ പരിചയപ്പെടാം. അക്ഷാംശ രേഖകൾ, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ ഇത് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലുമായി ഒരേ കോണീയ അകലത്തിൽ എന്ന് പറയുന്നത് കറക്റ്റ് ഒരേ അകലത്തിൽ വരച്ചിരിക്കുന്ന ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നു. ഭൂമധ്യരേഖയ്ക്ക് ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും. ഇതിൽ ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണ്? ഈ 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം. സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഏറ്റവും വലിപ്പമുള്ളത്. ഇതാണ് ഭൂമധ്യരേഖ, ഇക്വേറ്റർ. എന്താണ്? ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്താണ്? ഭൂമധ്യരേഖ.
ഭൂമധ്യരേഖയിൽ ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണാം. ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലേക്കും എന്താണ് ആ വൃത്തങ്ങളുടെ വലിപ്പം എന്താണ് കുറഞ്ഞാണ് വരുന്നത്. ഇതൊരു ബോൾ കട്ട് ചെയ്ത് അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നതിന് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതിൽ പഠിക്കാനൊന്നുമില്ല. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്ത് അർദ്ധഗോളമാണ് ഉത്തരാർദ്ധഗോളം, തെക്കു ഭാഗത്തുള്ള അർദ്ധഗോളമാണ് ദക്ഷിണാർദ്ധഗോളം. അതായത് ഇതാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയെ മുകളിലും താഴെയുമായിട്ട് 2ആയിട്ട് വിഭജിക്കാൻ പറ്റും ഭൂമധ്യരേഖ അടിസ്ഥാനമാക്കിയിട്ട്. അതിൽ മുകളിലുള്ളത് വടക്ക് ഭാഗത്തുള്ളത് ഉത്തരാർദ്ധഗോളവും തെക്കു ഭാഗത്തുള്ളത് ദക്ഷിണാർദ്ധഗോളവുമാണ്. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വരുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതാണ്. ഏഷ്യ വരുന്നുണ്ട്, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നത് ആഫ്രിക്കയും ദക്ഷിണ അമേരിക്കയും. ആഫ്രിക്കയും ദക്ഷിണ അമേരിക്ക അപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നത് ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ദക്ഷിണാർദ്ധഗോളത്തിൽ ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും. പിന്നെ 2 അർദ്ധഗോളങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് ആഫ്രിക്കയും ദക്ഷിണ അമേരിക്കയും. ഭൂമധ്യരേഖ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു 0 ഡിഗ്രി അക്ഷാംശ വൃത്തം. അതിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശമാണ് ഉത്തര ധ്രുവം എന്ന് പറയുന്നത്. 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെയാണ് ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. നോർത്ത് പോളും സൗത്ത് പോളും. അതായത് ഓരോ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഭൂമധ്യരേഖ കഴിഞ്ഞിട്ട് വരുന്ന താഴോട്ടും മുകളിലോട്ടും പോകുന്ന അക്ഷാംശ രേഖകളെല്ലാം വലിപ്പം കുറഞ്ഞു വരുന്നുണ്ട്, അക്ഷാംശ വൃത്തങ്ങളെല്ലാം. അതിൽ ഓരോ കറക്റ്റ് കോണീയ അകലം വെച്ചാണ് ഇത് ഓരോ അക്ഷാംശ രേഖയും വരച്ചിരിക്കുന്നത്. 0 ഡിഗ്രി അക്ഷാംശം, 30 ഡിഗ്രി അക്ഷാംശം, 60 ഡിഗ്രി അക്ഷാംശം, പിന്നീട് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി അക്ഷാംശ രേഖയാണ് എന്തെന്ന് പറയുന്നത് ഉത്തര ധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെയാണ് എന്തെന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങളെല്ലാം ഉത്തരാക്ഷാംശങ്ങൾ, തെക്കുള്ള അക്ഷാംശങ്ങളെല്ലാം ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഉത്തര ധ്രുവം എന്താണ്? 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി സൗത്ത് ആണ് എന്തെന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവം എന്നും പറയുന്നത്. ഉത്തരധ്രുവവും ഈ 2 ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവവും യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ട്, ആക്സിസ് എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ 2 അക്ഷാംശം, അതായത് ഒരു കോല് ഇതിലൂടെ കയറ്റി ഇങ്ങനെ ഈ ദക്ഷിണ ധ്രുവം മുതൽ ഉത്തര ധ്രുവം വരെ വെക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഉള്ളിലൂടെ തുളച്ച് കയറ്റുകയാണെങ്കിൽ ആ ഒരു രേഖയാണ് എന്തെന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്നും എത്ര ഡിഗ്രി ചെരിവുണ്ട്? 23.5 ഡിഗ്രി ചെരിവുണ്ട്. എത്ര ഡിഗ്രിയാണ്? 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്ന് ലംബത്തിന് 23.5 ഡിഗ്രി. അതായത് നോക്കിയേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഭൂമിയുടെ അച്ചുതണ്ട്. അതായത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പികമായ ഒരു രേഖ, അതായത് ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖ, അതാണ് എന്തെന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്നത്. ഈ ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പരിക്രമണം ചെയ്യുമ്പോൾ, അതായത് ഭൂമി കുറച്ച് ചെരിഞ്ഞാണ് ഇരുന്ന് പരിക്രമണം ചെയ്യുന്നത്. ആ ചെരിവ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലംബതലത്തിൽ നിന്ന്, ഇതാണ് ലംബം. ഈ ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബം വരച്ചാൽ ആ ലംബതലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന്, ഈ
ലംബഭാഗത്ത് നിന്ന് അച്ചുതണ്ടിൽ നിന്ന് എത്ര ഡിഗ്രി മാറ്റമുണ്ട്? 23.5 ഡിഗ്രിയിൽ ചെരിവിലാണ് എന്ത് നിൽക്കുന്നത്? ഭൂമി നിന്ന് പരിക്രമണം ചെയ്യുന്നത്. അതായത് ഭൂമി നിൽക്കുന്നതിന് നേരെ വരയ്ക്കുകയാണെങ്കിൽ അതല്ല അച്ചുതണ്ട് എന്ന് പറയുന്നത്. ഭൂമി കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഉത്തരധ്രുവം എന്ന് പറയുന്നത് കുറച്ച് ഭാഗം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ അച്ചുതണ്ടിൽ നിന്ന് 23.5 ഡിഗ്രി മാറിയാണ് ഭൂമിയുടെ പരിക്രമണ തലം വരുന്നത്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും, അതായത് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും. ഇത് 23.5 ഡിഗ്രി മാറിയാണ് ഇതിൻ്റെ ലംബതലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിക്രമണ തലം എന്ന് പറയുന്നത്. അന്റാർട്ടിക് വൃത്തം പറയുന്നുണ്ട്. അതിനു മുമ്പ് ഭൂമധ്യരേഖ എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. 23.5 ഡിഗ്രി അതിൻ്റെ വടക്ക് രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്താണ് 23.5 ഡിഗ്രി വടക്ക്? ആർട്ടിക് വൃത്തമുണ്ട്, അത് ഉത്തരധ്രുവത്തിലാണ്. ആർട്ടിക് വൃത്തം എന്ന് പറയുന്നത് 66.5 ഡിഗ്രി നോർത്താണ്. 66.5 ഡിഗ്രി വടക്കിനെയാണ് ആർട്ടിക് വൃത്തം എന്ന് പറയുന്ന ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമധ്യരേഖയുടെ താഴോട്ട് നമുക്ക് നോക്കാം. 23.5 ഡിഗ്രി തെക്കാണ് എന്തെന്ന് പറയുന്നത്? ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. എന്താണ് ദക്ഷിണായന രേഖ? 23.5 ഡിഗ്രി തെക്ക്. അന്റാർട്ടിക് വൃത്തമുണ്ട്, 66.5 ഡിഗ്രി തെക്ക്. അപ്പോൾ 0 ഡിഗ്രി അക്ഷാംശരേഖ ഭൂമധ്യരേഖ, 23.5 ഡിഗ്രി വടക്കാണെങ്കിൽ ഉത്തരായന രേഖ, 23.5 ഡിഗ്രി തെക്കാണെങ്കിൽ ദക്ഷിണായന രേഖ, 66.5 ഡിഗ്രി വടക്കാണെങ്കിൽ ആർട്ടിക് വൃത്തമെന്നും 66.5 ഡിഗ്രി തെക്ക് അക്ഷാംശരേഖയാണ് അന്റാർട്ടിക് വൃത്തമെന്നും പറയുന്നത്. പിന്നെ 90 ഡിഗ്രി വടക്ക് ഉത്തരധ്രുവവും 90 ഡിഗ്രി തെക്ക് ദക്ഷിണധ്രുവവും. ഇത്രയും കാര്യങ്ങൾ ഈ ചിത്രത്തിൽ നിന്നും പഠിച്ചു വയ്ക്കുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ. ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. അത് ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞതൊക്കെ. ഭൂമധ്യരേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖ, ഉത്തരായന രേഖ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി ഉത്തരായന രേഖയാണ്. വടക്ക് 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ്. 23.5 ഡിഗ്രി തെക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? തെക്ക് ഭാഗത്ത് 23.5 ഡിഗ്രി എന്താണ്? ദക്ഷിണായന രേഖയാണ്. അടുത്തത് ആർട്ടിക് വൃത്തമാണ്. ആർട്ടിക് എന്ന് പറയുന്നത് മുകളിലാണെന്ന് ഓർത്തിരിക്കുക. ആർട്ടിക് വൃത്തം എന്ന് പറയുന്നത് 66.5 ഡിഗ്രി മുകൾ ഭാഗം വടക്കാണ്. 66.5 ഡിഗ്രി വടക്കാണ്. അതുപോലെ തന്നെ അന്റാർട്ടിക് വൃത്തം തന്നിട്ടുണ്ട് 66.5 ഡിഗ്രി തെക്ക്. അപ്പോൾ ഈ ടേബിൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷാംശ രേഖകളെക്കുറിച്ച് പറഞ്ഞു. ഇനിയുള്ളത് രേഖാംശ രേഖകളാണ്. അതിനു മുമ്പ് ഞാനിവിടെ ഒരു ചിത്രം വിട്ടുപോയായിരുന്നു, അതും കൂടെ പറയാം. അതായത് ലംബതലത്തിൽ നിന്ന് പരിക്രമണ തലത്തിൻ്റെ ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പരിക്രമണ തലത്തിലേക്കുള്ള ചെരിവ് 66.5 ഡിഗ്രിയും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിലേക്കുള്ള ചെരിവ് 23.5 ഡിഗ്രിയുമാണ്. ആ 2 പോയിന്റ് ഇവിടെ ഒരെണ്ണേ അവർ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഈ 66.5 ഡിഗ്രി എന്നുള്ളത്. അതായത് പരിക്രമണ തലത്തിൻ്റെ ചെരിവ്, ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് ഈ പരിക്രമണ തലത്തിലേക്കുള്ള ചെരിവ് എന്ന് പറയുന്നത് 66.5 ഡിഗ്രിയാണ് എന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. PYQ ആണ്. അതുപോലെ തന്നെ ഈ അച്ചുതണ്ടിൽ നിന്ന് ലംബതലം, ഇതാണല്ലോ ലംബം എന്ന് പറയുന്നത്. അച്ചുതണ്ടിൽ നിന്ന് ഇത് ലംബത്തിലേക്കുള്ള ഒരു അകലം എന്ന് പറയുന്നത് 23.5 ഡിഗ്രി. അത് മാത്രമാണ് ഇവിടെ സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതും കൂടെ ഓർത്തിരിക്കുക. പരിക്രമണ തലത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പരിക്രമണ തലത്തിലേക്കുള്ള ഡിഗ്രി കോണളവ് എന്ന് പറയുന്നത് 66.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പരിക്രമണ തലത്തിലെ ചെരിവ് 66.5 ഡിഗ്രിയാണ്. അതുപോലെ ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് ലംബതലത്തിലെ ചെരിവ് 23.5 ഡിഗ്രിയാണ്. ഇത് രണ്ടും ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. അടുത്തത് രേഖാംശ രേഖകൾ.
ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തരദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തരദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഉത്തരദക്ഷിണ ധ്രുവങ്ങളെ ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നത്, അതായത് ഇതുപോലെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്തെന്ന് പറയുന്നത്, രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. ഒരേ വലിപ്പത്തിലായിരിക്കും ആ സാങ്കല്പിക വരകളുടെ വൃത്തങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ അക്ഷാംശ രേഖ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിലോട്ട് പോകുന്തോറും വലിപ്പം കുറഞ്ഞു വരും, മുകളിലോട്ടും താഴോട്ടും പോകുന്തോറും വലിപ്പം കുറഞ്ഞാണ് വരുന്നത്. പക്ഷെ രേഖാംശ രേഖകളിൽ എന്താണ്, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും വലിപ്പം സെയിം ആയിരിക്കും. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പെട്ടെന്നൊന്ന് വായിച്ചു പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് ഏത് രേഖകളെ അടിസ്ഥാനമാക്കിയാണ്? രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. ഒരു PYQ ആണ്, തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു PYQ ആണ്. അത് SCRTയിലെ ഒരു പോയിന്റ്, സിമ്പിളായിട്ട് ഇട്ടിരിക്കുന്ന ഒരു പോയിന്റാണ്, പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. പ്രധാന രേഖാംശ രേഖകളാണ് ഏത്? 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് പറയാം. 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ എത്ര രേഖാംശ രേഖകൾ വരയ്ക്കാൻ പറ്റും? 360 രേഖാംശ രേഖകൾ. എന്താണ്? 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെങ്കിൽ 1 ഡിഗ്രി ഇടവിട്ട് വരച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ പറ്റും. 0 ഡിഗ്രി രേഖാംശ രേഖ മുതൽ 180 ഡിഗ്രി രേഖാംശ രേഖ വരെയാണ് ഉള്ളത്. അതിൽ ഇത് ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു വർക്കാണ്, ഒരു ബോൾ കട്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് വരപ്പിക്കുന്ന. അത് വേണ്ട, ഇവിടെ നോക്കാം എന്താണെന്ന്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. എന്താണ് 0 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ് പ്രൈം മെറീഡിയൻ. 0 ഡിഗ്രി അക്ഷാംശ രേഖയായിരുന്നു എന്ത്? ഭൂമധ്യരേഖ, ഇക്വേറ്റർ. ഇത് 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്ത്? പ്രൈം മെറീഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഗ്രീനിച്ച് രേഖ 0 ഡിഗ്രി രേഖാംശ രേഖ, ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് എന്ത്? 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതാണ് 0 ഡിഗ്രി രേഖാംശ രേഖ. അത് ഇവിടെയുണ്ട് 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ അതാണ് എന്ത്? 180 ഡിഗ്രി രേഖാംശ രേഖ. അപ്പോൾ ഇവിടെ വെച്ച് 1 ഡിഗ്രി വെച്ച് ഇത്രയും ഭാഗത്തേക്ക് 180 ഡിഗ്രി രേഖാംശ രേഖ വരുമ്പോൾ എത്ര എണ്ണം വരച്ചു? 180 എണ്ണം വരയ്ക്കാൻ പറ്റും. അതുപോലെ 1 ഡിഗ്രി ഇങ്ങോട്ടും ഇതേ രീതിയിൽ 1 ഡിഗ്രി അകലം വിട്ടിട്ട് വീണ്ടും ഇവിടെ വരച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? ഇപ്പുറത്ത് വരുന്നത് വരെ, അതായത് 180. അങ്ങനെ ആകെ എത്ര എണ്ണം ഒരു എണ്ണം വരയ്ക്കാൻ പറ്റും? 360. അതാണ് നമ്മൾ ഇപ്പുറം പറഞ്ഞിരിക്കുന്ന പോയിന്റ്. 2 ധ്രുവങ്ങളെയും അടിസ്ഥാനമാക്കി വരച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം ആകെ വരയ്ക്കാൻ പറ്റും? 360 എണ്ണം വരയ്ക്കാൻ പറ്റും. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള 180 ഡിഗ്രി രേഖാംശ രേഖയാണ് പറയുന്നത് എന്ത്? 180 ഡിഗ്രി രേഖാംശ രേഖയാണ് നേരെ എതിർവശത്തുള്ളത്. എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് 180 ഡിഗ്രി. ഇത് 0 ഡിഗ്രി. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു വെച്ച് 180 ഡിഗ്രി രേഖാംശ രേഖ. അത് ഇതാണ്, ഈ റെഡ് ലൈൻ അല്ല, ഇതാണ് 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത്. ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരയ്ക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരയ്ക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. ഇത് നോക്കിക്കുക, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ് ഈ പോകുന്നത്, ഈ റെഡ് ലൈൻ. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. 180 ഡിഗ്രി രേഖാംശ രേഖയെ ആധാരമാക്കിയാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ ഇത് നേർരേഖയല്ല. അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചറിയാൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം ഇതാണ്. ഇതിപ്പോൾ ഈ 180 ഡിഗ്രി രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ അതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിചാരിച്ച് വരച്ചിരുന്നെങ്കിൽ
ഈ ഒരു രാജ്യത്ത് തന്നെ ഈ 180 ഡിഗ്രി രേഖാംശരേഖ കടന്നു പോകുന്ന ഒരു രാജ്യത്ത് തന്നെ പല ഡേറ്റ് സമയങ്ങൾ വന്നു പോയേനെ. അതായത് ഒരു ഏരിയനെ തന്നെ ഒരേ ഡേറ്റ് അല്ലെങ്കിൽ ഒരേ സമയത്തോടു കൂടി നിലനിർത്താൻ വേണ്ടിയാണ് അവർ ഇതിനിടയിൽ ഈ പസഫിക് ഓഷ്യൻസിലൊക്കെ വരുന്ന ദ്വീപുകളെയൊക്കെ ഒഴിവാക്കി ഒരു സിഗ്സാഗ് ലൈനിലാണ് പോയിരിക്കുന്നത്, ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ പോയിരിക്കുന്നത്. കാരണം അതിനിടയിൽ വരുന്ന ദ്വീപ് രാഷ്ട്രങ്ങളെ അല്ലെങ്കിൽ ചെയ്തേനെ, കട്ട് ചെയ്ത് പോയേനെ. ഈ ഒരു അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ സമയമെല്ലാം ഒരേപോലെ, ടൈം സോൺ ഒരേപോലെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അതിനെ ഒഴിവാക്കി പോയിരിക്കുന്നത്, ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നേർരേഖയല്ല എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൈം മെറീഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായി തിരിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീനിച്ച് രേഖയാണ്, 0 ഡിഗ്രി രേഖാംശ രേഖയാണ്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 0 ഡിഗ്രി അക്ഷാംശരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ രണ്ടാക്കി തിരിച്ചായിരുന്നു, ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും. ഇതെന്താണ്? 0 ഡിഗ്രി രേഖാംശരേഖയെ അടിസ്ഥാനമാക്കി രണ്ടാക്കി വിഭജിച്ചാൽ എങ്ങനെയെല്ലാമാണത്? അതായത് ഈസ്റ്റേൺ ഹെമിസ്ഫിയറും വെസ്റ്റേൺ ഹെമിസ്ഫിയറും, അതായത് കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായിട്ട്, അർദ്ധഗോളം കിഴക്കേ അർദ്ധഗോളം പടിഞ്ഞാറേ അർദ്ധഗോളം എന്ന് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇനി ഇന്ത്യ ഇതിലെ പടിഞ്ഞാറേ അർദ്ധഗോളത്തിലാണോ കിഴക്കേ അർദ്ധഗോളത്തിലാണോ ഇന്ത്യ കിടക്കുന്നതെന്നാണ്. അപ്പോൾ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ വരുന്നത്? കിഴക്കേ അർദ്ധഗോളത്തിലാണോ പടിഞ്ഞാറേ അർദ്ധഗോളത്തിലാണോ? കിഴക്കേ അർദ്ധഗോളത്തിലാണ് ഇന്ത്യ വരുന്നത്, കിഴക്കേ അർദ്ധഗോളം. അമേരിക്കൻ ഐക്യനാടുകൾ വരുന്നത് എവിടെയാണ്? പടിഞ്ഞാറേ അർദ്ധഗോളത്തിലാണ് അമേരിക്കൻ ഐക്യനാടുകൾ വരുന്നത്. ബ്രസീൽ വരുന്നത് എവിടെയാണ്? ബ്രസീൽ അമേരിക്കയുടെ ഭാഗമായിട്ടല്ലേ, ആ ഭാഗത്താണല്ലോ. അപ്പോൾ അതെന്താണ്? അതും പടിഞ്ഞാറേ അർദ്ധഗോളത്തിലാണ്. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് എവിടെയാണ്? കിഴക്കേ അർദ്ധഗോളത്തിലാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അക്ഷാംശരേഖകളെ അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ആ പോയിന്റ് ഇവിടെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറയേണ്ടിരുന്ന ഒരു പോയിന്റായിരുന്നു. എന്താണ്? അക്ഷാംശരേഖകളെ അടിസ്ഥാനമാക്കി സ്ഥലങ്ങളുടെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാം. രേഖാംശരേഖകളെ അടിസ്ഥാനമാക്കി സമയം കൃത്യമായി നിശ്ചയിക്കുന്നത് രേഖാംശരേഖകളുടെ അടിസ്ഥാനത്തിലും സ്ഥലത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശരേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് എന്ന 2 പോയിന്റ് പഠിച്ചിരിക്കുക. ഇനി ഇതിൽ നമുക്ക് ഇവിടെ അക്ഷാംശരേഖയും വരച്ചിട്ടുണ്ട്, രേഖാംശരേഖയും വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ വരുന്ന ഈ ജാലികേനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. എന്താണ് ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്? രേഖാംശ ജാലികയെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം ഈ ഗ്രാറ്റിക്യൂള് നമ്മൾ ഭൂമിയിൽ ഫുള്ളായിട്ട്, ഒരു ഗ്ലോബിൽ ഫുള്ളായിട്ട് ഇങ്ങനെ രേഖാംശരേഖകൾ വരയ്ക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ജാലികയുടെ ഉള്ളിലായിട്ട് ഇന്ത്യയുടെ സ്ഥാനം വരുന്നുണ്ട്. അത് ഏത് ഡിഗ്രി അക്ഷാംശത്തിനും രേഖാംശത്തിനും ഇടയിലാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ്. 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും ഇടയിലാണ് വരുന്നത്? രേഖാംശ സ്ഥാനം വരുന്നത്. ഇത് അങ്ങനെ തന്നെ കാണാതെ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. PYQ ആണ്. 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും എന്ന് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും 68 ഡിഗ്രി 7-നും 97 ഡിഗ്രി 25-നും. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. പ്രക്ഷേപങ്ങൾ, പ്രക്ഷേപണം എന്നാൽ പ്രൊജക്ഷനാണ്, മാപ്പ് പ്രൊജക്ഷൻസ്. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിന് ഗ്ലോബ് മാത്രം മതിയാകുമോ? ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ രേഖാംശരേഖകളുടെ ജാലികയാണ് നമ്മെ സഹായിച്ചത്. ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ രേഖാംശങ്ങളുടെ ജാലികയാണ്. അതായത് ഈ ജാലിക ഉപയോഗിച്ചാണ് ഭൂപടമൊക്കെ നിർമ്മിക്കാൻ ഈസി ആയിട്ട് പറ്റുന്നത്. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടം.
അപ്പോൾ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഭൂമിയുടെ അതേ ഒരു എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്, ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഭൂപടം എന്ന് പറയുന്നത് എന്താണ്? ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിക്കുന്ന പരന്ന പ്രതലമാണ് ഭൂപടം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇതിപ്പോൾ എടുത്ത് പറയാൻ കാരണം ഇത് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഭൂപടവും ഗ്ലോബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ ഭൂപടം എന്ന് പറഞ്ഞാൽ, എന്താ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമെങ്കിലും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് അവരോട് പറയാനൊരു പാട് വരും. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ്, ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃക അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ഭൗമ ഉപരിതല സവിശേഷതകളെ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഭൂപടം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ്. ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്ന ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയായിരുന്നു. ഒരു ഗ്ലോബിലെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും? അതായത് ഒരു ഗ്ലോബിനെ പരത്തി എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലോബ് കുട്ടികൾ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ പരത്തിയിട്ട് ഒരു വൃത്തിയായിട്ടൊരു ഭൂപടമാക്കി നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഗ്ലോബിനെ പരന്ന പ്രതലത്തിലാക്കി മാറ്റിയപ്പോൾ ധ്രുവപ്രദേശങ്ങളും ചില വൻകരകളും മുറിഞ്ഞു പോയതായി കാണുന്നില്ല. അതായത് ആ കുട്ടികൾ ഗ്ലോബ് വെട്ടിയെടുത്തപ്പോൾ മുറിഞ്ഞു പോയിട്ടുണ്ട് മുകളിലും താഴെയും. ഇത്തരത്തിൽ ഗ്ലോബിലെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടമാകും കിട്ടുക. ഗ്ലോബിലെ ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ. മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടമല്ലേ നമുക്ക് കിട്ടുക. അതായത് ആ ഒരു ഗ്ലോബിനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചാലും ആ വൃത്തിയായിട്ട് ആ പേപ്പർ നമുക്ക് പൊതിഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പോഴും നമുക്ക് വികലമായ ഒരു ഭൂപടമാണ് കിട്ടാൻ സാധ്യത. അപ്പോൾ എന്താണ്, ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം? ഇതിനായി ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഭൂപടം നിർമ്മിക്കുന്നതിന്, അതായത് എന്താണ്, ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെല്ലാം ഉൾപ്പെടുത്തി ഒരു പരന്ന പ്രതലത്തിലേക്ക് ഭൂപടം പകർത്തുന്നതിനെയാണ്, അതായത് പകർത്തി ഒരു ഭൂപടം ഉണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഭൂപ്രക്ഷേപങ്ങൾ അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻസ്. അങ്ങനെ 3 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക, അതായത് നമ്മൾ പറഞ്ഞു ഗ്രാറ്റിക്യൂൾ, ആ ഓരോ കോളങ്ങൾ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. എന്താണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ചോദ്യമാണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ഭൂപ്രക്ഷേപങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ അതെന്താണ്? അക്ഷാംശ രേഖാംശ രേഖകളുടെ ആ ജാലിക, അതായത് ഈ ഒരു കോളം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് എന്ത്? ഭൂപ്രക്ഷേപങ്ങൾ. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗതമായ രീതി. അതായത് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഒരു ഗ്ലോബ് വെക്കുന്നു, ആ ഗ്ലോബ് ഒരു പരന്ന പ്രതലത്തിലേക്ക് എടുത്തു വെക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പ്രകാശ സ്രോതസ് നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പരന്ന പ്രതലം അതിൻ്റെ അടുത്തായിട്ട് ഒരു പരന്ന പ്രതലം ഇതുപോലെ കൊടുക്കുന്നു. എന്നിട്ട് ഒരു ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിഴൽ ഈ പരന്ന പ്രതലത്തിലേക്ക് വരും. അപ്പോൾ അത് ട്രേസ് ഔട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? അത് വരച്ചെടുക്കുകയാണ് പരന്ന പ്രതലത്തിലേക്ക് മാറ്റാനുള്ള ഒരു വഴി. അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഫടിക ജാർ വായ്ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. ജാറിൻ്റെ ഉപരിതലത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ മാർക്കർ പെൻ ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശ രേഖകൾ വരയ്ക്കുക. ഇനി എന്താ, ജാറിന് മുകളിൽ വരച്ചിട്ടുള്ള അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴൽ, അതായത് പ്രകാശ സ്രോതസ് വെച്ച് കഴിയുമ്പോൾ നിഴൽ പരന്ന പ്രതലത്തിലേക്ക് പതിക്കുന്നത് കാണാം. ഈ ജാലികയെ പരന്ന പ്രതലത്തിൽ വരച്ചെടുക്കുന്നു. വരച്ചെടുത്ത അക്ഷാംശ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവയെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ചു ചേർത്ത് ഭൂപടം നിർമ്മിക്കുക. അപ്പോൾ ഒരു സൈഡിലായിരിക്കും കിട്ടുന്നത്, ആ പ്രകാശത്തിൻ്റെ ആ പരന്ന പ്രതലം വെച്ചിരിക്കുന്ന ആ ഒരു സൈഡിൽ കിട്ടും. പിന്നീട് അടുത്ത സൈഡിൽ വെച്ച് അടുത്ത രാജ്യത്തിനെ വരയ്ക്കും. പിന്നീട് അടുത്ത സൈഡിൽ വെച്ച് അടുത്ത രാജ്യത്തിൻ്റെ വരയ്ക്കും. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഡിഗ്രി അളവുകളൊക്കെ വരച്ചു വയ്ക്കുന്നു. പിന്നീട് ഇതെല്ലാം ക്രോഡീകരിച്ചാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഭൂപടം, എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഭൂപടം വരയ്ക്കുന്നത്.
ആ പ്രദേശത്തിൻ്റെ ഭൂപടം നിർമ്മിക്കാനാണ് കഴിയുന്നത്. അക്ഷാംശ രേഖാംശരേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിൻ്റെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും. ഇനി പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രദേശങ്ങൾ തയ്യാറാക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പോലെ അങ്ങനെ പ്രക്ഷേപങ്ങളെ 3ആയി തിരിക്കാം. ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒന്നാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഒന്നാമത്തെ ഇതാണ് രീതിയാണ് എന്ത്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. അതെങ്ങനെയാണെന്ന് നോക്കാം. സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതാണ്. ഒരു സിലിണ്ടർ ആകൃതിയിൽ ഒരു ഗ്ലോബിൽ എന്ത് ചെയ്യുന്നു? അതായത് ഒരു ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിക്കുന്നു. ഇതിനെ ചുറ്റി എന്ത് ചെയ്യുന്നു? ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പ്രതലം വെച്ചിരിക്കുന്നു. പിന്നീട് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ നിഴൽ വെട്ടം ഇതിൽ വീഴും. ഈ പരന്ന പ്രതലത്തിൽ വീഴുന്നു. അത് വരച്ചെടുക്കുന്നു. അത് വരച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യും? എന്നിട്ട് നിവർത്തി വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ഒരു ഭൂപടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഇതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിന് ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്താം. ഓക്കെ, ഇനി എന്താണ് ഈ സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിൻ്റെ പ്രത്യേകത എന്താണ്? അക്ഷാംശ രേഖാംശരേഖകളുടെ ജാലിക പകർത്തി ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടേതാണ് കേട്ടോ. ഏതിൻ്റെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണം. കാരണം ഇവിടെ ആയിരിക്കുമല്ലോ കറക്റ്റായിട്ട് ഇത്രയല്ലേ കിട്ടുള്ളൂ. ഈ മുകൾ ഭാഗവും താഴ്ഭാഗവും കിട്ടുകയില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ സവിശേഷത? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ. അടുത്ത ഒരു പോയിന്റാണ് എന്ത്? ശീർഷതല പ്രക്ഷേപം. എന്താണ്? സുതാര്യമായ ഒരു ഗ്ലോബിൻ്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ് വയ്ക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബിൻ്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ് വയ്ക്കുന്നു. അതിൻ്റെ മുകൾ ഭാഗത്ത് പരന്ന പ്രതലം വയ്ക്കുന്നു. പ്രകാശ സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന നിഴൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കാം. ശീർഷതല പ്രക്ഷേപം അക്ഷാംശ രേഖാംശ ജാലികളെ ഒരു പരന്ന പ്രതലത്തിൽ തയ്യാറാക്കാം. ധ്രുവപ്രദേശങ്ങളുടെ ഇത് നോക്ക്. പരന്ന പ്രതലത്തിൽ വരയ്ക്കുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകളാണ്. ധ്രുവപ്രദേശങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ശീർഷതല പ്രക്ഷേപത്തിൽ ധ്രുവപ്രദേശങ്ങളുടെയാണ് നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ കഴിയുന്നത്. എന്തിൽ? ശീർഷതല പ്രക്ഷേപത്തിൽ. പിന്നെ പറഞ്ഞിരിക്കുന്നത് കോണിക്കൽ പ്രക്ഷേപമാണ്. കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു ചിത്രം വിടർത്തിയെടുക്കുമ്പോൾ അതേ നോക്കിക്കേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് കോണാകൃതിയിലുള്ള പ്രതലത്തിൽ ഇങ്ങനെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ വരയ്ക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം. അക്ഷാംശ രേഖാംശരേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ഭൂപടം മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനാണ് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 രീതിയിലുള്ള പ്രക്ഷേപങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് സിലിണ്ടറിക്കൽ പ്രക്ഷേപമാണ്. സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യമാർന്ന ഭൂപടമാണ് കിട്ടുന്നത്. പിന്നീട് പറഞ്ഞത് ശീർഷതല പ്രക്ഷേപമാണ്. ശീർഷതല പ്രക്ഷേപത്തിലൂടെ 2 ശീർഷങ്ങൾ, അതായത് ധ്രുവപ്രദേശങ്ങളുടെ കൃത്യമായ ഭൂപടം നമുക്ക് വരച്ചെടുക്കാൻ കഴിയും. അടുത്തത് കോണിക്കൽ പ്രക്ഷേപമാണ്. കോണിക്കൽ പ്രക്ഷേപങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണം. ഓക്കെ, ഇനി അടുത്തതൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഭൂപ്രക്ഷേപങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തീകരിക്കുക. സവിശേഷതകൾ: പ്രക്ഷേപതലം പരന്നതാണ്. പൊതുവെ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നതാണ്. അത് ഏത് പ്രക്ഷേപമാണെന്ന് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. പ്രക്ഷേപതലം പരന്നാണ് ഇരിക്കുന്നത്. ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? നമ്മൾ പഠിച്ചിരുന്നത് ശീർഷതല പ്രക്ഷേപമാണ്. ഓക്കെ, ശീർഷതല പ്രക്ഷേപമാണ്. ഇനി നോക്കിയ സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിൻ്റെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞേക്കുന്നത്. സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
പ്രക്ഷേപതലം എങ്ങനെയാണ് സിലിണ്ടറിക്കൽ? സിലിണ്ടർ ആകൃതിയിലാണ്. പിന്നെയോ ഏത് ഭാഗം ചിത്രീകരിക്കാനാണ് ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭാഗം. ഇനി ഒരെണ്ണോടെയുണ്ട്, ഏതാണത്? ശീർഷതലം, സിലിണ്ടറിക്കൽ, കോണിക്കൽ പ്രക്ഷേപം. കോണിക്കൽ പ്രക്ഷേപത്തിൻ്റെ സവിശേഷത എന്താണ്? കോണാകൃതിയിൽ നിന്ന് വരച്ചെടുക്കുന്നതാണ്. മധ്യ അക്ഷാംശരേഖ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണമാണ്. മധ്യ അക്ഷാംശരേഖ പ്രദേശങ്ങൾ. അപ്പം അത് ഓർത്തിരിക്കുക. മൂന്ന് തരം ഭൂപ്രക്ഷേപങ്ങൾ പരിചയപ്പെട്ടല്ലോ. പിന്നെ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, GIS. എന്താണ് GIS എന്ന് പറയുന്നത്? ഭൂവിവര വ്യവസ്ഥ. GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഭൂവിവര വ്യവസ്ഥ എന്നാൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുക, വിശകലനം ചെയ്യുക, സൂക്ഷിച്ചു വയ്ക്കുക. അവശ്യ സന്ദർഭങ്ങളിൽ ഇവ ഉപയോഗിച്ച് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളിൽ ദൃശ്യവൽക്കരിക്കുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുക, വിശകലനം ചെയ്യുക, സൂക്ഷിച്ചു വയ്ക്കുക. ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായവ ദൃശ്യവൽക്കരിപ്പിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കൺക്ലൂഷനായി നമ്മുടെ ഈ ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു വർക്ക് കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ അക്ഷാംശവൃത്തം ഓർമ്മയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ അക്ഷാംശവൃത്തം ഏതാണ്? ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശരേഖയാണ്. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഏതാണെന്ന്. ഭൂമധ്യരേഖയുടെ വടക്ക് എന്താണ്? ഉത്തരാർദ്ധഗോളമാണ്. ഉത്തരാർദ്ധഗോളം. അടുത്തത് ദക്ഷിണാർദ്ധഗോളം എന്താണെന്ന് കൊടുത്തിരിക്കുക. അതെന്താണ്? അപ്പോൾ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളമാണ്. ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളമാണ് എന്തെന്ന് പറയുന്നത്? ദക്ഷിണാർദ്ധഗോളം. അടുത്തത് ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ച് എന്താണത്? രേഖാംശ രേഖകളാണ്. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖ എന്താണ്? ഒന്നെങ്കിൽ പ്രൈം മെറീഡിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതെന്താണ്? ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്താണ്? അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കി വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. ഓക്കെ, ഇതാണ് ആ സിക്സാഗ് ലൈൻ പോലെ ഇരിക്കുന്ന രേഖ എന്ന് പറയുന്നത്. അതായത് നേർരേഖയല്ല. അതിന് കാരണം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഭൂപ്രദേശത്തിൽ ഒരേ ടൈം ലൈൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ നേർരേഖയല്ലാതെ ഭൂപ്രദേശങ്ങളെ വിട്ടുമാറി അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളെ വിട്ടുമാറി അത് ഒരു സിക്സാഗ് ലൈനിൽ പോകുന്നത്. പക്ഷേ അത് 180 ഡിഗ്രി രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കി വരച്ചിരിക്കുന്ന അതിൻ്റെ അടുത്തോടെ പോകുന്ന ഒരു രേഖയാണ്. പക്ഷേ അത് 180 ഡിഗ്രി കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അത് ആ ഭൂപ്രദേശങ്ങളെ വിട്ടുമാറി സിക്സാഗ് ലൈനിലാണ് കൊടുത്തിരിക്കുന്നത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. അങ്ങനെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.